ഈ ടൈം നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ബോക്സ് പോലെ ആക്കി മണ്ണൊക്കെ വാങ്ങി വെജിറ്റബിൾ നട്ടാൽ എന്തായാലും പ്ലാൻ സക്സസ് ആയി. നമുക്ക് വെണ്ടയ്ക്ക ഇതുപോലെ തഴച്ച് വളർന്ന് ഇതുവരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മൾ ബാക്കിൽ നടു വന്നാലും ഒന്നും വളരാറില്ല, അത്ര മൊടിച്ച് നിൽക്കുകയുള്ളു. ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് ഇങ്ങനെ തഴച്ച് വളർന്നിരിക്കുന്നത്. പഴയ വീട്ടിലും അതെ, ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഇതൊരു ടൈപ്പ് ചീരയാണ്. ഇതൊരു ലെറ്റ്യൂസ്, കുറച്ച് കയ്പുണ്ട് അതിന്, എന്നാലും കുഴപ്പമില്ല. ഇതും ഒരു ടൈപ്പ് ലെറ്റ്യൂസ്, ഇത് കൊള്ളാം, നന്നായിട്ടുണ്ടത്. പിന്നെ കുറച്ച് ബീട്രൂട്ട്, പിന്നെ നോർമൽ ചീര. ഇത് വേറൊരു ടൈപ്പ് ചീരയാണ്, ഈ നീളത്തിനുള്ള ഇല. അത് വാട്ടർ ക്രസൻ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അത് വീണ്ടും വരുന്നുണ്ട്, നന്നായിട്ടുണ്ട്, ടേസ്റ്റും കൊള്ളാം. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക. ഇവിടെ കുറച്ച് ഫ്ലാറ്റ് ബീൻസും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ അതാണ് ഫ്ലാറ്റ് ബീൻസ്. പിന്നെ ഇത് വാട്ടർമെലനാണ്. ഇടയ്ക്ക് കുറച്ച് ഉഴുന്നും കൂടെ നിൽക്കുന്നുണ്ട്. വാട്ടർമെലൻ ഉണ്ടായി കിടക്കുകയാണ്, 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. 2 അല്ല 3, ഒരു ചെറുതും ഉണ്ടായിട്ടുണ്ട്, 2 വലുതും ഉണ്ടായിട്ടുണ്ട്. വെണ്ടയ്ക്ക. ഇതാണ് ഉഴുന്ന്. കരിമ്പ് നമ്മൾ 2-3 പ്രാവശ്യം എടുത്ത്, അത് നല്ല മധുരമുണ്ട്. പോമഗ്രാനറ്റും ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ പഴയ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നട്ടതാണ്. ഇവിടെ ബീൻസും സ്നേക്ക് ബീൻസും നടുന്നത് എല്ലാ വർഷവും ഈ പ്ലേസ് അതിനു വേണ്ടിയാണ്. പിന്നെ കുറച്ച് തക്കാളി, അതിങ്ങനെ പഴയ വിത്തൊക്കെ കിടന്ന് വരുന്നതാണ്. ബീൻസൊക്കെ എടുക്കാറാകാൻ തുടങ്ങിയിട്ടുണ്ട്. സ്നേക്ക് ബീൻസും അതെ, കുറച്ചൊക്കെ എടുക്കാറായിട്ടുണ്ട്. ചിക്കൻ്റെ സ്ഥലം, ഒരെണ്ണം മുട്ട ഇട്ടിട്ട് എണീക്കുന്നു. 3 എണ്ണം ഉണ്ട്, 2 എണ്ണം മുട്ടയിടും. ഒന്നും ഇടില്ല, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ്. വിൻ്ററായാൽ പിന്നെ അധികം കിട്ടുമൊന്നുമില്ല. മുട്ട എടുക്കാനുള്ള ഇതാണ്, ഒരു കമ്പിൽ ചിരട്ടയുടെ ഇതിങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കാന്താരി ഇതുപോലെ നമ്മൾ വിത്തൊക്കെ ഇട്ട് കുറച്ച് വന്നിട്ടുണ്ട്. ഇത് 2-3 വർഷമൊക്കെ ചിലപ്പോൾ നിൽക്കും, നിറയെ ഉണ്ടാവും. ഇപ്പോൾ പിഞ്ചാണ്, എടുക്കാറായിട്ടില്ല. എരിവും ഉണ്ട് ഇതിന്. ഇതൊരു കാന്താരിയാണ്. ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടു. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതിലൊക്കെ കായ ഉണ്ടാവുള്ളൂ. അതൊരു പുളിച്ചീര എന്ന് പറഞ്ഞ ചീരയാണ്. പിന്നെ തക്കാളി, ആപ്പിളും കട്ട് ചെയ്ത് അതിൽ 2 എണ്ണം കിടക്കുന്നുണ്ട്. ഇത് അരളിച്ചെടി, അത് കുറച്ച് നന്നായി വരുന്നുണ്ട്. ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്, നന്നായി വളരുന്നുണ്ട്. ഇതൊരു ടൈപ്പ് മുളകാണ്, നല്ല നീളത്തിൽ ചുരുണ്ട് നീളമുണ്ട്. ഇതിന് ഒരുപാട് വലുതാവുന്നതാണ്. എരിവ് അത്രയില്ല. തക്കാളി അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇതും വേറൊരു ടൈപ്പ് മുളകാണ്. ഇത് അസ്പരാഗസ്, അതിൽ വലുതായിട്ടൊന്നും ആയിട്ടില്ല. ഇതാ നീലമുളക് തന്നെയാണ്. ചെറിയെല്ലാം കട്ട് ചെയ്ത് വിട്ട്. ഒരു വെണ്ടയ്ക്ക, തക്കാളി. ആ ഫ്രണ്ടിലത്തെ ചീര ഇവിടെ നട്ടായിരുന്നു, പക്ഷെ ഇവിടുത്തെ ഒന്നും വളർന്നില്ല. ഇവിടെ മണ്ണ് ഇട്ടതാണ്, പക്ഷേ എന്നാലും വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലം, അത്ര നന്നായിട്ടൊന്നും വരുന്നില്ല. ഇതാണ് നമ്മൾ ഗ്രേപ്സിന് നെറ്റെല്ലാം ഇട്ടു, പക്ഷേ ഈ ബേഡ്സ് ഭയങ്കര സ്മാർട്ടാണ്. അതിൻ്റെ അകത്ത് കയറി ഒരെണ്ണം ഇല്ലാതെ എടുത്തു ഫുള്ള് കഴിച്ചുകൊണ്ട് പോയി. ആദ്യം കവറിലാണ് ഇട്ടിരുന്നത്, അപ്പോഴേക്കും ഇത്തിരി ഇങ്ങനെ ചൂടടിക്കുന്ന പോലെ തോന്നിയതുകൊണ്ട് നെറ്റാക്കി.
പക്ഷെ ഫുള്ള് പോയി, ഒരെണ്ണ ഇല്ല. ഇത് നേരത്തെ തൊട്ടുള്ള കാന്താരിയ. ഇപ്പം അങ്ങ് അത്ര വലുതാവുന്നില്ല കാ. ഇനി ആദ്യം ഒന്നും കാണൂല. ഒരു കറിവേപ്പില ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് ഈ പ്രാവശ്യം നിറയെ ഉണ്ടായി. നമ്മൾ കുറേ കഴിച്ച്. കഴിഞ്ഞ വർഷം ഉണ്ടായത് ഫുള്ള് പോസ് എടുത്തുകൊണ്ട് പോയി. ഈ പ്രാവശ്യം രണ്ട് മൂന്ന് എടുത്ത്, എന്നാലും പോസാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നും വെച്ചേക്കില്ലായിരുന്നു. എന്നാലും ഈ പ്രാവശ്യം എന്തായാലും അത് നന്നായിട്ട് കിട്ടി. ബ്ലൂബെറി ഇത്തവണ നെറ്റൊക്കെ ഇട്ടിരുന്ന് നിറയെ ഉണ്ടായിരുന്നു. ബേഡ്സ് കയറിയിട്ടില്ല, കയറിയ ഒരെണ്ണം ഇല്ലാതെ തീർത്തേനെ. പക്ഷെ നമ്മൾ നാട്ടിലായിരുന്നു, നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും തീരാറായിരുന്നു. ഇതൊരു എഗ് പ്ലാന്റ്, വൈറ്റ് കളറ്. 1-2 എടുത്ത്, ഒരെണ്ണം വിത്തിന് ഇട്ടിട്ടുണ്ട്. ഈ ഗുവ നിറയെ കാ വരുന്നുണ്ട്. ഇനി നെറ്റ് ഇടണം, അല്ലെങ്കിൽ ഇത് പോവും. നെറ്റ് ഇട്ടാൽ നല്ല ബ്ലൂബെറി കിട്ട പോലെ നല്ല ടൈറ്റാക്കി എങ്ങും ഗ്യാപ്പില്ലാതെ ഇടണം, എങ്കിലേ കിട്ടുള്ളൂ. ഇതാകുമ്പോൾ ഇങ്ങനെ ഗ്രീനായിട്ട് നിൽക്കും. അധികം ഒത്തിരി അങ്ങ് വളരുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു എഗ് പ്ലാന്റും കൂടെ ഉണ്ട്, അതും വൈറ്റാണ്. ഇവിടെയാണ് നമ്മൾ സാധാരണ വെണ്ടയ്ക്ക നട്ട് അതിനേക്കാൾ ഫ്രണ്ട് നട്ടതിനേക്കാൾ മുമ്പേ നട്ടതാണ്. എന്നിട്ടിത് ഇങ്ങനെ നിൽക്കുന്നതല്ലോ. ചെറിയ കായൊക്കെ വരും, പക്ഷെ ഒന്നും നമുക്ക് എടുക്കാനുള്ളതൊന്നും കാണില്ല. ഇത്രയും വലുതാവുള്ളൂ. ഇവിടുത്തെ ചരൽ പോലത്തെ മണ്ണാണ്, വെള്ളം ഒന്നും അത്ര നിൽക്കുമൊന്നുമില്ല. ഇത് അതിലും ഒരു 4-5 കായ ഉണ്ടായത്. പക്ഷേ നമ്മൾ പച്ചയാണെന്ന് പറഞ്ഞ് എടുക്കാതെ ഇങ്ങനെ വെച്ചിരുന്ന് ഒരു ദിവസം വരുമ്പോൾ ഒരെണ്ണം പോലും ഇല്ലാതെ ബേഡ്സ് എടുത്തുകൊണ്ട് പോയി. ഇതും ഒരു കരിമ്പാണ്. ഫിഗ്, ഇത് ജുജുബി, അത് വരുന്നുണ്ട്. ഇതൊരു ഗ്രീൻ എഗ് പ്ലാന്റ്. ഇത് ഇന്ന് എടുത്ത പാഷൻ ഫ്രൂട്ട്. ഇന്നലെ എടുത്ത കുറച്ച് ബീൻസ്. കല്യാണം 1-2 കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട്.